നമസ്കാരം. കല്ലമ്പലം ആസ്ട്രോ റിസർച്ച് മിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് 2025 ധനുരാശിക്കാരുടെ അല്ലെങ്കിൽ ധനുക്കൂറുകാരുടെ വർഷഫലമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ കാൽഭാഗം ചേരുന്ന നക്ഷത്രക്കൂട്ടമാണ് ധനുരാശി. ഈ കൂറുകാർക്ക് 2023 ഏപ്രിൽ മുതൽ 2024 ഏപ്രിൽ വരെ വളരെ നല്ല ഗുണങ്ങൾ ഉണ്ടായ സമയമാണ്. എന്നാൽ 2024 ഏപ്രിൽ പകുതിക്ക് ശേഷം സാമ്പത്തികവും മാനസികവും ഉറക്കമില്ലായ്മ ഇവയൊക്കെ വന്നേക്കാം. 2025 ജനുവരിയിൽ സൂര്യൻ ജന്മരാശിയിലേക്കും തുടർന്ന് 1ലേക്കും 2ലേക്കും മാറുന്നു. അത്ര നല്ലതല്ല ആ സമയം. ശത്രുദോഷം, മാതാവിന് അസുഖങ്ങൾ, ബന്ധുജന വിരോധം ഇവയൊക്കെ വന്നു ചേർന്നേക്കാം. ശുക്രൻ 3ാം സ്ഥാനത്ത് ശനിയോടൊപ്പം യോഗം ചെയ്തു 3ാം രാശിയിലേക്ക് വരുന്ന മാസമാണ് ഫെബ്രുവരി. ആ സമയം ഭാഗ്യങ്ങളും നേട്ടങ്ങളും നൽകും. തൊഴിൽ രംഗത്ത് ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഒപ്പം ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകാനും സാധ്യതയുണ്ട്. ജന്മരാശിയിൽ ബുധൻ സഞ്ചരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. 2025 മാർച്ച് 29 ശേഷം അർദ്ധാഷ്ടമ ശനി ദോഷം ഈ കൂറുകാർക്ക് കുറച്ച് ദോഷഫലം കൊണ്ടുവരും. ശാരീരിക ബുദ്ധിമുട്ട്, സാമ്പത്തികവുമായി ബന്ധപ്പെട്ട കേസ് വഴക്കുകൾ, മാനസിക പിരിമുറുക്കങ്ങൾ, എന്ത് കാര്യത്തിലും പ്രതിസന്ധികൾ, പേരുദോഷം ഇവയെല്ലാം വരാൻ സാധ്യത കൂടുതലാണ്. അനാവശ്യ കൂട്ടുകെട്ടുകൾ ഒഴിവാക്കുക. സന്താനങ്ങളെ കൊണ്ടുള്ള മാനസിക വിഷമങ്ങളും ഈ കാലയളവിൽ വരാൻ സാധ്യത കാണുന്നു. പൊതുവെ 2025 ഈ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഗുണദോഷ സമ്മിശ്രമാണ്. ദോഷപരിഹാരമായിട്ട് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച ദിവസം മഞ്ഞപ്പട്ടും സഹസ്രനാമാർച്ചനയും അർപ്പിക്കുന്നത് നല്ലതാണ്. ശാസ്താവിന് ശനിയാഴ്ച ദിവസം നീരാഞ്ജനം, നിലപ്പട്ട്, എള്ളുകിഴിയെല്ലാം സമർപ്പിക്കുന്നത് നന്നായിരിക്കും. ദോഷഫലങ്ങൾ കുറയ്ക്കാൻ ഇത് കാരണമാവും.